മൂന്നാർ പോതമേട്ടിലെ ഏലമല കയറി മുകളിൽ എത്തിയപ്പോഴാണ് നീല നിറത്തിലുള്ള ഒരു പക്ഷിയെ കാണുന്നത്. ഇന്നത്തെ അതിഥി ഈ പക്ഷിയായിട്ടുള്ള നീലഗിരി ഫ്ലൈ ക്യാച്ചർ അല്ലെങ്കിൽ നീലഗിരി പാറ്റാബിഡിയൻ എന്ന് പറയുന്ന പക്ഷിയെ പറ്റിയിട്ടാണ്. നീലഗിരി ഫ്ലൈ ക്യാച്ചർ ഇന്ത്യയിലെ പശ്ചിമഘട്ടത്തിലെ ഉയർന്ന മലനിരകളിൽ മാത്രം കാണപ്പെടുന്ന ഒരു മനോഹരവും അപൂർവമായിട്ടുള്ളൊരു പക്ഷിയാണ്. ഇതൊരു എൻഡമിക് ആയിട്ടുള്ളൊരു പക്ഷിയാണ്. അതായത് ഇത് ലോകത്തിലെ മറ്റു പ്രദേശങ്ങളിൽ സ്വാഭാവികമായിട്ട് കാണപ്പെടാത്ത പശ്ചിമഘട്ടത്തിൽ മാത്രം കാണപ്പെടുന്ന പക്ഷിയാണ്. നീല നിറമുള്ള അതിൻ്റെ ശരീരഘടനയും ശാന്തമായിട്ടുള്ള സ്വഭാവം കാരണം പക്ഷി നിരീക്ഷകരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഒരു ഇനമാണ് നീലഗിരി ഫ്ലൈ ക്യാച്ചർ. നീലഗിരി ഫ്ലൈ ക്യാച്ചറിന്റെ ശാസ്ത്രീയ നാമം യൂമിയാസ് ആൽബിക്കൗണ്ടാൻഡസ് എന്നാണ്. ഈ ശാസ്ത്രീയ നാമം ലാറ്റിൻ ഭാഷയിൽ നിന്നാണ്. യൂമിയാസ് എന്നത് ഈ പക്ഷി ഉൾപ്പെടുന്ന ജീനസ് ആണ്. ആൽബിക്കൗണ്ടാൻഡസ് എന്നത് വെളുത്ത വാലുള്ളത് എന്ന അർത്ഥം വരുന്ന വാക്കാണ്. ഇത് നീലഗിരി ഫ്ലൈ ക്യാച്ചറിന്റെ പ്രധാന ശാരീരിക ലക്ഷണമായിട്ടുള്ള വാലിന്റെ അടിഭാഗത്ത് വെളുത്ത നിറം സൂചിപ്പിക്കുന്നുണ്ട്. മ്യൂസിക്കാപ്പിഡ എന്ന കുടുംബത്തിലാണ് ഇത് ഉൾപ്പെട്ടിരിക്കുന്നത്. മ്യൂസിക്കാപ്പിഡ കുടുംബത്തിൽ ഉൾപ്പെടുന്ന പക്ഷികൾ സാധാരണയായിട്ട് ചെറുതും മധ്യവലുപ്പമുള്ള പക്ഷികളായിരിക്കും. ഇൻസെക്ടിവോറസ് പക്ഷികളായിരിക്കും. പറന്ന് കീടങ്ങളെ പിടികൂടുന്ന ശീലമുള്ളവയാണിവ. ഈ പക്ഷിയുടെ കുടുംബത്തിലെ മറ്റു പക്ഷികൾ നോക്കുകയാണെങ്കിൽ ബ്ലൂ ഫ്ലൈ ക്യാച്ചർ, ഏഷ്യൻ ബ്രൗൺ ഫ്ലൈ ക്യാച്ചർ, റോബിൻ സ്പീഷീസ് ഒക്കെയാണ്. നീലഗിരി ഫ്ലൈ ക്യാച്ചർ ഈ കുടുംബത്തിൽ ഒരു പ്രത്യേക ഇനമാണ്. കാരണം ഇത് പശ്ചിമഘട്ടത്തിലെ ഉയർന്ന പ്രദേശങ്ങളോട് മാത്രം അനുയോജ്യമായിട്ടുള്ള ഒരു സ്പീഷീസ് ആണ്. പാസ്റ്റൈഡിഫോംസ് എന്ന ഓർഡറിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പാസ്റ്റൈഡിഫോംസ് ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിവർഗ്ഗമാണ്. ഈ വർഗ്ഗത്തിൽ ഉൾപ്പെടുന്ന പക്ഷികളുടെ പ്രധാനമായിട്ടുള്ള ലക്ഷണങ്ങൾ നോക്കുകയാണെങ്കിൽ മരക്കൊമ്പിൽ ഇരിക്കാൻ അനുയോജ്യമായിട്ടുള്ള കാലുകൾ ഉണ്ടായിരിക്കും, മധുരമായിട്ടുള്ള ശബ്ദം അല്ലെങ്കിൽ വിളികൾ ഉണ്ടായിരിക്കും, ചെറുതും ലഘുവായിട്ടുള്ള ശരീരഘടന, ഉയർന്ന ബുദ്ധിശക്തിയും ചലനക്ഷമതയും ഉണ്ടായിരിക്കും. പാസ്റ്റൈഡിഫോംസ് വർഗ്ഗത്തിൽ ഉൾപ്പെടുന്ന പക്ഷികൾ കുരുവികൾ, മൈനകൾ, ബുൾബുൾസുകൾ, റോബിൻസുകൾ എന്നിവയൊക്കെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. നീലഗിരി ഫ്ലൈ ക്യാച്ചർ ഈ വലിയ പക്ഷിവർഗ്ഗത്തിന്റെ ഭാഗമായതിനാൽ തന്നെ അതിന് പെരുമാറ്റത്തിലും ശരീരഘടനയിലൊക്കെ ഈ ഓർഡറിന്റെ പൊതുവായിട്ടുള്ള ലക്ഷണങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ നീലഗിരി ഫ്ലൈ ക്യാച്ചർ ഒരു അപൂർവവും മനോഹരവുമായിട്ടുള്ള ഒരു പശ്ചിമഘട്ടത്തിലെ എൻഡമിക് ആയിട്ടുള്ള ഒരു പക്ഷിയാണ്. അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള വിവരങ്ങൾ നീലഗിരി ഫ്ലൈ ക്യാച്ചറിനെ മറ്റു ഫ്ലൈ ക്യാച്ചർ ഇനങ്ങളിൽ നിന്നും വേർതിരിക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇവയുടെ പൂർവികരും പരിണാമത്തിന്റെ തുടക്കം സംബന്ധിച്ചുള്ള കാലഘട്ടത്തിലേക്ക് പോവുകയാണെങ്കിൽ നീലഗിരി ഫ്ലൈ ക്യാച്ചർ പശ്ചിമഘട്ടത്തിലെ ഉയർന്ന മലനിരകളിൽ മാത്രം കാണപ്പെടുന്ന ഒരു എൻഡമിക് ആയിട്ടുള്ള പക്ഷിയാണ്. ഇതിന്റെ ഇന്നത്തെ രൂപം ഒരു ദിവസം കൊണ്ട് പെട്ടെന്നുണ്ടായതല്ല, മറിച്ച് ലക്ഷക്കണക്കിന് വർഷങ്ങളായിട്ടുള്ള പരിണാമ പ്രക്രിയയുടെ ഫലമാണ്. നീലഗിരി ഫ്ലൈ ക്യാച്ചർ ഉൾപ്പെടുന്ന മ്യൂസിക്കാപ്പിഡ എന്ന കുടുംബത്തിലാണ്. ഈ കുടുംബത്തിലെ പക്ഷികളുടെ പൂർവികർ പുരാതന പാട്ടുപക്ഷികൾ എന്ന വർഗത്തിൽപ്പെട്ടതാണ്. പ്രധാനമായിട്ടും കീടങ്ങളെ ഭക്ഷണമാക്കുന്ന ഇൻസെക്ടിവോറസ് പക്ഷികളായിരുന്നു. മരക്കൊമ്പുകളിൽ ഇരുന്ന് പറന്ന് കീടങ്ങളെ പിടിക്കുന്ന ശീലം വളർത്തിയെടുത്തതാണ്. ശാസ്ത്രീയപരമായിട്ടുള്ള പഠനങ്ങളെ സൂചിപ്പിക്കുന്ന ഏകദേശം 20 മുതൽ 30 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് മ്യൂസിക്കാപ്പിഡ കുടുംബത്തിലെ പൂർവികർ ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ വ്യാപിച്ചു തുടങ്ങിയതാണ്. അവയിൽ ചില പക്ഷികൾ ദക്ഷിണ ഇന്ത്യയിലെ മലനിരകളിലേക്ക് കുടിയേറി പിന്നീട് അവിടെ ഒറ്റപ്പെട്ട ഒരു ജനസംഖ്യയായിട്ട് മാറി. പുരാതന ഫ്ലൈ ക്യാച്ചറിന്റെ പൂർവികർ ആദ്യം ഹിമാലയൻ പ്രദേശങ്ങളും തെക്ക് കിഴക്കൻ ഏഷ്യയും കേന്ദ്രീകരിച്ചിട്ടാണ് ജീവിച്ചത്. കാലാവസ്ഥാ മാറ്റങ്ങളും ഭൂമിശാസ്ത്രപരമായിട്ടുള്ള വ്യതിയാനങ്ങളും കാരണം ചില കൂട്ടങ്ങൾ തെക്കോട്ട് നീങ്ങി പശ്ചിമഘട്ടത്തിലെ ഉയർന്ന മലനിരകളിലെ ഷോല കാടുകളിലേക്കും തണുത്ത കാലാവസ്ഥയിലേക്കും എത്തി. ഇവിടെ എത്തിയ പക്ഷികൾ മറ്റു ഫ്ലൈ ക്യാച്ചർ ഇനങ്ങളിൽ നിന്ന് ഭൗമപരമായിട്ട് വേർപെട്ടു. ഈ ഒറ്റപ്പെടൽ അവയെ പ്രത്യേക പരിണാമ പാതയിലേക്ക് നയിച്ചു. ഇതാണ് നീലഗിരി ഫ്ലൈ ക്യാച്ചറിന്റെ പൂർവികർ സ്വതന്ത്രമായിട്ട് വികസിക്കാൻ വേണ്ടി കാരണമായിട്ടുള്ള പ്രധാനമായിട്ടുള്ള ഘട്ടം. നീലഗിരി ഫ്ലൈ ക്യാച്ചറിന്റെ പരിണാമം ആരംഭിച്ചത് ഭൗമപരമായിട്ടുള്ള ഒറ്റപ്പെടൽ, കാലാവസ്ഥയും പരിസ്ഥിതിയും പ്രകൃതിയുടെ തെരഞ്ഞെടുപ്പ്, അതായത് നാച്ചുറൽ സെലക്ഷൻ തുടങ്ങിയ ഘടകങ്ങൾ മൂലമാണ്. അതിനകത്ത് ഭൗമപരമായിട്ടുള്ള ഒറ്റപ്പെടൽ നോക്കുകയാണെങ്കിൽ പശ്ചിമഘട്ടത്തിലെ ഉയർന്ന മലനിരകൾ മറ്റു പ്രദേശങ്ങളിൽ നിന്ന് പ്രകൃതിദത്തമായിട്ടുള്ള വേർപെട്ട പ്രദേശങ്ങളാണ്. ഇവിടെയുള്ള ഫ്ലൈ ക്യാച്ചറിൻ്റെ പൂർവികർ മറ്റ് ജനസംഖ്യയുമായിട്ട് കൂട്ടുകൂടാൻ വേണ്ടി കഴിയാതായിട്ട് രൂപപ്പെട്ടു. ഈ ഒറ്റപ്പെടൽ മൂലം പുതിയ ജനിതക മാറ്റങ്ങൾ രൂപപ്പെട്ടു. വേറിട്ട ശാരീരിക ലക്ഷണങ്ങളും പെരുമാറ്റ ശൈലികളും ഒക്കെ വളർന്നു. പിന്നെ കാലാവസ്ഥയും പരിസ്ഥിതിയും നോക്കുകയാണെങ്കിൽ പശ്ചിമഘട്ടത്തിലെ ഷോല കാടുകൾ, തണുത്ത കാലാവസ്ഥ, മൂടൽമഞ്ഞ്, ഈർപ്പം കൂടുതലുള്ള അന്തരീക്ഷം, അടിഞ്ഞു വളരുന്ന കാടുകൾ, ഇവിടെയുള്ള സാഹചര്യങ്ങളൊക്കെ നീലഗിരി ഫ്ലൈ ക്യാച്ചിൻ്റെ പൂർവികരെ ഇരുണ്ട നീല നിറത്തിലേക്ക് പരിണമിക്കപ്പെടാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ട്. ചെറിയ ശരീരഘടന വികസിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചു. ശാന്തവും സൂക്ഷ്മമായിട്ടുള്ള ചലനശൈലി വളർത്താൻ വേണ്ടി ഇത് സഹായിച്ചിട്ടുണ്ട്. പിന്നെ നാച്ചുറൽ സെലക്ഷനാണ് പരിണാമത്തിന് പ്രധാന ശക്തിയായിട്ടുള്ള നാച്ചുറൽ സെലക്ഷൻ. നീലഗിരി ഫ്ലൈ ക്യാച്ചറിന്റെ രൂപീകരണത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. മികച്ച രീതിയിൽ കീടങ്ങളെ പിടിക്കാൻ കഴിയുന്ന പക്ഷികൾ കൂടുതൽ ജീവിച്ചു. ശക്തമായിട്ടുള്ള ചെറുകളും കൃത്യമായിട്ടുള്ള കാഴ്ചശക്തിയുമുള്ള പക്ഷികൾ വംശവർദ്ധനയിൽ മുന്നിട്ടിറങ്ങി. ഷോലാക്കാടുകളോട് പൊരുത്തപ്പെടുന്ന നിറവും ശബ്ദവുമുള്ള പക്ഷികൾ നിലനിന്നു. അങ്ങനെ തലമുറകൾ മാറിയപ്പോൾ ഈ പക്ഷി മറ്റു ഫ്ലൈ ക്യാച്ചർ ഇനങ്ങളിൽ നിന്ന് വ്യത്യസ്തപരമായിട്ടുള്ള ഒരു ഇനമായിട്ട് മാറുകയാണ് ചെയ്തത്. ശാസ്ത്രീയപരമായിട്ട് നീലഗിരി ഫ്ലൈ ക്യാച്ചറിന്റെ ഏറ്റവും അടുത്ത ബന്ധു വാഡിച്ചർ ഫ്ലൈ ക്യാച്ചർ ആണെന്ന് കരുതപ്പെടുന്നുണ്ട്. ആദ്യം ഇവ ഒരേ രൂപത്തിൽ നിന്നാണ് വികസിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു.
മാറിയിരുന്നു. കാലക്രമത്തിൽ റെഡ് ടിറ്റർ ഫ്ലൈ ക്യാച്ചർ വടക്കേ ഇന്ത്യയിലും ഏഷ്യയിലും വ്യാപിച്ചു. നീലഗിരി ഫ്ലൈ ക്യാച്ചർ പശ്ചിമഘട്ടത്തിലെ ഉയർന്ന മലകളിൽ മാത്രമായിട്ട് ഒതുങ്ങി. നിറം, വാലിന്റെ വലിപ്പം, ശബ്ദം, ആവാസ വ്യവസ്ഥ എന്നിവയിൽ വ്യത്യാസങ്ങൾ രൂപപ്പെട്ടു. അതുവഴി ഒരു പുതിയ സ്പീഷീസ് ആയിട്ട് നീലഗിരി ഫ്ലൈ ക്യാച്ചർ വേർതിരിക്കപ്പെട്ടു. നീലഗിരി ഫ്ലൈ ക്യാച്ചറിന്റെ പരിണാമം എൻഡമിസം എന്ന പ്രതിഭാസത്തിന്റെ മികച്ച ഉദാഹരണമാണ്. പശ്ചിമഘട്ടം ഒരു ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് ആയതിനാൽ തന്നെ ഇവിടെ ജീവിച്ചിരിക്കുന്ന പൂർവിക പക്ഷികൾ പല പുതിയ ഇനങ്ങളായിട്ട് മാറി. നീലഗിരി ഫ്ലൈ ക്യാച്ചർ അവയിൽ ഒന്നാണ്. ഈ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഒറ്റപ്പെടലും കാലാവസ്ഥയും പരിണാമത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിന്റെ തെളിവാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നീലഗിരി ഫ്ലൈ ക്യാച്ചറിന്റെ പൂർവികർ പുരാതന ഫ്ലൈ ക്യാച്ചർ പക്ഷികളായിരുന്നു. അവർ ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ നിന്ന് പശ്ചിമഘട്ടത്തിലേക്ക് കുടിയേറി അവിടെ ഒറ്റപ്പെട്ട ജനസംഖ്യയായിട്ട് മാറി. കാലാവസ്ഥ, ആവാസ വ്യവസ്ഥ, നാച്ചുറൽ സെലക്ഷൻ എന്നിവയുടെ സംയുക്ത സ്വാധീനത്താൽ ഇവ ഒരു പ്രത്യേക സ്പീഷീസ് ആയിട്ട് പരിണമിച്ചു. അങ്ങനെ നീലഗിരി ഫ്ലൈ ക്യാച്ചറിന്റെ പരിണാമ ചരിത്രം, പ്രകൃതി പരിസ്ഥിതിയും കാലാവസ്ഥയും ജീവജാലങ്ങളുടെ രൂപീകരണത്തിൽ എത്രമാത്രം പ്രാധാന്യമാണെന്ന് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. നീലഗിരി ഫ്ലൈ ക്യാച്ചറുമായിട്ട് സംബന്ധിച്ച കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് നമുക്ക് നോക്കുകയാണെങ്കിൽ, നീലഗിരി ഫ്ലൈ ക്യാച്ചർ പശ്ചിമഘട്ടത്തിലെ ഉയർന്ന മലനിരകളിൽ മാത്രം കാണപ്പെടുന്ന ഒരു അപൂർവവും മനോഹരവുമായിട്ടുള്ള പക്ഷിയാണ്. ഈ പക്ഷിയെക്കുറിച്ച് അറിയുമ്പോൾ അതിൻ്റെ നിറം മാത്രമല്ല, അതിൻ്റെ ജീവിതശൈലി, പെരുമാറ്റം, പരിണാമം, പരിസ്ഥിതിയോടുള്ള ബന്ധം എന്നിവയൊക്കെ നമ്മളെ അതിശയിപ്പിക്കുന്നുണ്ട്. നീലഗിരി ഫ്ലൈ ക്യാച്ചറിന് പ്രത്യേകമാകുന്ന ചില ആശ്ചര്യകരമായിട്ടുള്ള വസ്തുക്കൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ, നീലഗിരി ഫ്ലൈ ക്യാച്ചർ ഒരു എൻഡമിക് ആയിട്ടുള്ള പക്ഷിയാണ്. അതായത് ലോകത്തിലെ മറ്റേതെങ്കിലും രാജ്യത്തോ ഭൂഖണ്ഡത്തിലോ സ്വാഭാവികമായിട്ട് ഇവയെ കാണുന്നില്ല. ഇന്ത്യയിലെ പശ്ചിമഘട്ടത്തിൽ, അതായത് വെസ്റ്റേൺ ഗട്ട്സിലെ ചില ഉയർന്ന മലനിരകളിലാണ് ഇതിൻ്റെ മുഴുവൻ ജനസംഖ്യയും നിലനിൽക്കുന്നത്. ഈ പ്രത്യേകത കാരണം തന്നെ ഈ പക്ഷി പശ്ചിമഘട്ടത്തിൻ്റെ ജൈവ വൈവിധ്യത്തിൻ്റെ പ്രതീകമായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. നീലഗിരി ഫ്ലൈ ക്യാച്ചറിന്റെ ശാസ്ത്രീയ നാമത്തിൽ ആൽബിക്കൗഡാറ്റസ് എന്ന അർത്ഥം അതിൻ്റെ വെളുപ്പ് നിറത്തിലുള്ള വാലാണ്. അതായത് വെളുത്ത വാലുള്ളതെന്നാണ് ഇതിനർത്ഥം. ഇത് ഈ പക്ഷിയുടെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു തിരിച്ചറിയൽ ലക്ഷണമാണ്. പറക്കുമ്പോൾ വാലിൻ്റെ അടിഭാഗത്തെ വെളുത്ത നിറം വ്യക്തമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. നീലഗിരി ഫ്ലൈ ക്യാച്ചറിലെ ആൺപക്ഷി തിളങ്ങുന്ന നീല നിറത്തിൽ കാണപ്പെടുന്നു. പെൺകക്ഷി തവിട്ട് കലർന്ന മങ്ങിയ നിറത്തിലാണ് കാണപ്പെടുന്നത്. ഈ വ്യത്യാസത്തെ സെക്ഷൽ ഡൈമോർഫിസം എന്ന് പറയപ്പെടുന്നുണ്ട്. ഇത് ശത്രുക്കളിൽ നിന്ന് സംരക്ഷണം നേടാൻ വേണ്ടിയും കൂടിടൽ സമയത്ത് തിരിച്ചറിയാനും പ്രത്യേക തെരഞ്ഞെടുപ്പിന്റെ ഫലമായിട്ട് വികസിച്ച ഒരു സവിശേഷതയാണ്. ഈ പക്ഷി മരക്കൊമ്പിലിരുന്ന് പറക്കുന്ന കീടങ്ങളെ കണ്ടാൽ പെട്ടെന്ന് പറന്നു പിടിക്കും, വീണ്ടും അതേ കൊമ്പിലേക്ക് തിരികെ വരും. ഈ ശീലത്തെ സാലിംഗ് ബിഹേവിയർ എന്ന് വിളിക്കുന്നുണ്ട്. നീലഗിരി ഫ്ലൈ ക്യാച്ചറിനെ ഒരു മികച്ച കീട നിയന്ത്രകനാക്കി മാറ്റുന്നുണ്ട്. കൃഷിയിടങ്ങളിലും കാടുകളിലും ഹാനികരമായിട്ടുള്ള കീടങ്ങളുടെ എണ്ണം കുറയ്ക്കാൻ വേണ്ടി ഇവ സഹായിക്കുന്നുണ്ട്. നീലഗിരി ഫ്ലൈ ക്യാച്ചർ പ്രധാനമായിട്ടും ഷോര, ഫോറസ്റ്റ്, മൂടൽമഞ്ഞുള്ള തണുത്ത പ്രദേശങ്ങൾ, ഈർപ്പം കൂടുതലുള്ള മലനിരകൾ എന്നിവിടങ്ങളിലാണ് താമസിക്കുന്നത്. ഷോലാക്കാടുകൾ ഇല്ലാതാകുന്നുവെങ്കിൽ നീലഗിരി ഫ്ലൈ ക്യാച്ചറിൻ്റെ ആവാസ വ്യവസ്ഥയും നഷ്ടമാകും. അതുപോലെ തന്നെ ഈ പക്ഷിയുടെ നിലനിൽപ്പ് ഷോലാക്കാടുകളുടെ സംരക്ഷണവുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുന്നുണ്ട്. നീലഗിരി ഫ്ലൈ ക്യാച്ചർ മനുഷ്യവാസമുള്ള പ്രദേശങ്ങളിൽ വിരളമായിട്ട് മാത്രമേ കാണപ്പെടുന്നുള്ളൂ. സാധാരണയായിട്ട് കാടിനുള്ളിലെ ശാന്തമായിട്ടുള്ള പ്രദേശങ്ങളാണ് ഇവ ജീവിക്കുന്നത്. വളരെ ഭീതിയുള്ള, അതായത് ഷൈ ആയിട്ടുള്ള സ്വഭാവമുള്ള പക്ഷിയാണിത്. അതുകൊണ്ട് തന്നെ പക്ഷി നിരീക്ഷകർക്ക് ഇത് കണ്ടെത്തുവാൻ ഒരു വലിയ അത്ഭുതമായിട്ട് തോന്നും. ഒരു ഹിഡൻ ജുവൽ ഓഫ് വെസ്റ്റേൺ ഗട്ട്സ് എന്നാണ് ചിലർ ഇതിനെ വിളിക്കുന്നത്. നീലഗിരി ഫ്ലൈ ക്യാച്ചറിന്റെ ഏറ്റവും അടുത്തൊരു ബന്ധു റെഡ് ടിറ്റർ ഫ്ലൈ ക്യാച്ചറാണ്. ഇവ രണ്ടും ഒരേ പൂർവികരിൽ നിന്ന് പരിണമിച്ചതാണ്. എന്നാൽ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള വേർതിരിവ് മൂലം വ്യത്യസ്ത സ്പീഷീസ് ആയിട്ട് ഇവ മാറി. നീലഗിരി ഫ്ലൈ ക്യാച്ചർ ഇരുണ്ട നീല നിറമായിരിക്കും, വെളുത്ത വാലുണ്ടായിരിക്കും, ഉയർന്ന മലനിരകളിലെ ആവാസ വ്യവസ്ഥ എന്നിവയിലൂടെയൊക്കെ വേർതിരിച്ചു നിന്നു. ശരീര വലുപ്പത്തിൽ ചെറിയ പക്ഷിയാണെങ്കിലും നീലഗിരി ഫ്ലൈ ക്യാച്ചർ പരിണാമ പഠനങ്ങൾക്ക് അതായത് എൻഡമിസം മനസ്സിലാക്കാൻ വേണ്ടി, കാലാവസ്ഥ മാറ്റത്തിൻ്റെ സ്വാധീനം പഠിക്കാൻ വേണ്ടിയൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്പീഷീസ് ആണ്. ഇതൊരു ഇൻഡിക്കേറ്റർ സ്പീഷീസ് ആയിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. ഈ പക്ഷിയുടെ എണ്ണം കുറയുന്നത് പരിസ്ഥിതിയിലെ പ്രശ്നങ്ങളെ നമുക്ക് സൂചിപ്പിക്കാൻ വേണ്ടി സാധിക്കും. നീലഗിരി ഫ്ലൈ ക്യാച്ചറിൻ്റെ വലിയ ശബ്ദമുള്ള ഒരു പക്ഷിയല്ല. അതിൻ്റെ വിളി മൃദുവായിട്ടുള്ള, ചെറുതായിട്ടുള്ള, സ്വകാര്യമായിട്ടുള്ള ശബ്ദമാണ്. ഇത് കാട്ടിലെ ശാന്തിയോട് ലഭിക്കുന്നത് പോലെ നമുക്ക് തോന്നും. ചെറിയ പരിചയം ആവശ്യമുള്ള ശബ്ദമാണ്. നീലഗിരി ഫ്ലൈ ക്യാച്ചറിനെ കാണുന്നത് ഒരു അപൂർവ ഭാഗ്യം പോലെ കണക്കാക്കപ്പെടുന്നുണ്ട്. മലനിരകളിൽ യാത്ര ചെയ്യുന്ന പ്രകൃതി പ്രേമികൾക്ക് വലിയ സന്തോഷമാണ്. പശ്ചിമഘട്ടത്തിൻ്റെ മറഞ്ഞു നിൽക്കുന്ന സൗന്ദര്യത്തിൻ്റെ ഒരു പ്രതീകമായിട്ട് ഇത് മാറിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നീലഗിരി ഫ്ലൈ ക്യാച്ചർ ഒരു ചെറു പക്ഷിയാണെങ്കിലും അതിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന അതിശയകരമായിട്ടുള്ള വസ്തുക്കൾ അനേകമാണ്. പശ്ചിമഘട്ടത്തിൽ മാത്രം ജീവിക്കുന്നതും വെളുത്ത വാലുള്ളതും ശോലക്കടകളോട് ചേർന്ന ജീവിതശൈലിയും കീടങ്ങളെ പിടിക്കുന്ന പ്രത്യേക വേട്ടശൈലിയുമൊക്കെ അതിനെ പ്രകൃതിയിലെ ഒരു അതുല്യ സൃഷ്ടിയായിട്ട് മാറ്റുന്നുണ്ട്. ഈ പക്ഷിയെ സംരക്ഷിക്കുന്നത് ഒരു സ്പീഷീസിനെ മാത്രം സംരക്ഷിക്കുന്നതല്ല, മറിച്ച് പശ്ചിമഘട്ടത്തിൻ്റെ മുഴുവൻ പരിസ്ഥിതി സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമാണ്. അതിനാൽ തന്നെ നീലഗിരി ഫ്ലൈ ക്യാച്ചർ പ്രകൃതിയുടെ ഒരു ചെറിയ പക്ഷിയായിരുന്നാലും അതിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. ഇനി നമുക്ക് ഇവയുടെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിനെ പറ്റി അല്ലെങ്കിൽ ശാരീരിക സവിശേഷതകളെ പറ്റി നോക്കുകയാണെങ്കിൽ, ഇതിൻ്റെ ശരീരഘടന, നിറം, ചെറുകളുടെ രൂപം, വാലിൻ്റെ പ്രത്യേകത, കണ്ണുകളും കൊക്കും എന്നിവ എല്ലാം തന്നെ ഈ പക്ഷിയെ മറ്റ് ഫ്ലൈ ക്യാച്ചർ ഇനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നുണ്ട്. ശോലക്കാടുകളിലെ തണുത്തും ഈർപ്പമുള്ളതായിട്ടുള്ള അന്തരീക്ഷത്തോട് പൊരുത്തപ്പെടുവാൻ വേണ്ടി ഇതിൻ്റെ ശാരീരിക സവിശേഷതകൾ പ്രകൃതി തിരഞ്ഞെടുത്തതാണ്. ഇവിടെ
ശരീര വലുപ്പവും ആകൃതിയും സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നീൽഗിരി ഫ്ലൈ ക്യാച്ചർ ഒരു ചെറുപ്പ് വലുപ്പമുള്ള ഒരു പക്ഷിയാണ്. ശരാശരി നീളം 12 മുതൽ 14 സെൻറ്റിമീറ്റർ വരെ ആയിരിക്കും. ഭാരം ഏകദേശം 10 മുതൽ 15 ഗ്രാം വരെയുള്ളൂ. ശരീരം സുന്ദരവും സ്ലിം ആകൃതിയിലുള്ളതാണ്. ചിറകുകൾ നീളം കൂടിയതും ശക്തവുമായിരിക്കും. അതിൻ്റെ വാൽ മിതമായിട്ടുള്ള നീളമുള്ളതും വ്യക്തമായിട്ട് കാണാവുന്നതുമാണ്. ഈ ചെറുതും ലഘുവായിട്ടുള്ള ശരീരഘടന ഇവയെ കാടിനുള്ളിൽ വേഗത്തിൽ ചലിക്കാൻ വേണ്ടിയും കീടങ്ങളെ പിടിക്കാനും സഹായിക്കുന്നുണ്ട്. നീൽഗിരി ഫ്ലൈ ക്യാച്ചറിൻ്റെ ഏറ്റവും ആകർഷകപരമായിട്ടുള്ള ശാരീരിക സവിശേഷത അതിൻ്റെ നിറമാണ്. ആൺപക്ഷി തിളങ്ങുന്ന നീല നിറത്തിൽ കാണപ്പെടുന്നു. തല, പുറം, ചിറകുകളെല്ലാം തന്നെ ഒരേ നീല നിറത്തിൽ കാണപ്പെടുന്നുണ്ട്. വെളിച്ചത്തിൽ ഈ നീല നിറം കൂടുതൽ പ്രകാശമാർന്നതായിട്ട് തോന്നും. പെൺപക്ഷി മങ്ങിയ തവിട്ട് അല്ലെങ്കിൽ ചാര നിറത്തിലായിരിക്കും. അടിഭാഗം ഇളം നിറത്തിലാണ്. നിറങ്ങളിൽ ആൺപക്ഷികൾ ലളിതവും ശ്രദ്ധ പിടിക്കുന്നതുമാണ്. ഈ നിറവ്യത്യാസത്തെ സെക്ഷുവൽ ഡൈമോർഫിൻ എന്ന് വിളിക്കുന്നുണ്ട്. ഇത് കൂടുതലുള്ള സമയത്ത് തിരിച്ചറിയാൻ വേണ്ടിയും ശത്രുക്കളിൽ നിന്ന് പെൺപക്ഷിക്ക് മറഞ്ഞു നിൽക്കാൻ വേണ്ടിയൊക്കെ സഹായിക്കുന്നുണ്ട്. ഇവിടെ വാൽ നോക്കുവാണെങ്കിൽ നീലഗിരി ഫ്ലൈ ക്യാച്ചറിൻ്റെ വാലിന് പ്രത്യേകതയുണ്ട്. വാലിൻ്റെ അടിഭാഗത്ത് വെളുത്ത നിറം വ്യക്തമായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. പറക്കുമ്പോൾ ഈ വെളുത്ത ഭാഗം കൂടുതൽ ശ്രദ്ധിക്കപ്പെടും. ശാസ്ത്രീയ നാമമായിട്ടുള്ള ആൽബിക്കാഡേറ്റസ് എന്നത് വെളുത്ത വാലുള്ളത് എന്ന് അർത്ഥം നൽകുന്നുണ്ട്. ഈ വെളുത്ത വാൽ ഭാഗം നീലഗിരി ഫ്ലൈ ക്യാച്ചറിൻ്റെ മറ്റ് നീല ഫ്ലൈ ക്യാച്ചർ ഇനങ്ങളിൽ നിന്ന് തിരിച്ചറിയാനുള്ള പ്രധാനമായിട്ടുള്ള ലക്ഷണമാണ്. നീലഗിരി ഫ്ലൈ ക്യാച്ചറിൻ്റെ കൊക്ക് ചെറുതും നേരിയ നീളമുള്ളതാണ്. കറുത്ത നിറത്തിൽ കാണപ്പെടുന്നുണ്ട്. അഗ്രം അല്പം മൂർച്ചയുള്ളതാണ്. ഈ കൊക്ക് പറക്കുന്ന ചെറു കീടങ്ങളെ പിടിക്കാൻ വേണ്ടി അനുയോജ്യമുള്ളതാണ്. ഭക്ഷണശീലത്തോട് പൂർണ്ണമായിട്ടും പൊരുത്തപ്പെടുന്നുണ്ട്. കൊക്കിൻ്റെ രൂപം തന്നെ ഈ പക്ഷി ഒരു ഫ്ലൈ ക്യാച്ചറാണെന്ന് വ്യക്തമാക്കുന്നുണ്ട്. കണ്ണുകൾ കറുത്തതും തെളിഞ്ഞതുമാണ്. കാഴ്ചശക്തി വളരെ മൂർച്ചയുള്ളതാണ്. ചെറു കീടങ്ങളുടെ ചലനം പോലും വേഗത്തിൽ തിരിച്ചറിയാൻ വേണ്ടി കഴിവുണ്ട്. മുഖഭാഗത്ത് അധിക അലങ്കാരപ്പാടുകളൊന്നും ഇല്ല. ഇത് കാടിനുള്ളിലെ വെളിച്ചക്കുറവുള്ള അന്തരീക്ഷത്തിൽ പോലും കാര്യക്ഷമമായിട്ട് വേട്ടയാടാൻ വേണ്ടി ഇവയെ സഹായിക്കുന്നുണ്ട്. നീലഗിരി ഫ്ലൈ ക്യാച്ചറിൻ്റെ ചിറകുകൾ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ശക്തവും നീളം കൂടിയതുമാണ്. വേഗത്തിൽ പറക്കാൻ അനുയോജ്യമായിട്ടുള്ള ഘടനയുള്ളതാണ്. പെട്ടെന്ന് തിരിഞ്ഞു പറക്കാൻ വേണ്ടിയും താഴത്തും മുകളിലേക്കൊക്കെ ചലിക്കാൻ വേണ്ടിയും ഇത് സഹായിക്കുന്നുണ്ട്. ഈ ചിറകുകളുടെ ഘടന തലയും ബിഹേവിയർ എന്ന വേട്ട ശൈലിക്ക് അനുയോജ്യമാണ്. മരക്കൊമ്പുകളിൽ ഇരുന്ന് പറന്ന് കീടങ്ങളെ പിടിക്കാൻ വേണ്ടിയും വീണ്ടും അതേ സ്ഥലത്ത് മടങ്ങി വരാൻ വേണ്ടിയൊക്കെ ഇത് സഹായിക്കുന്നുണ്ട്. കാലുകൾ ചെറുതും ഉറപ്പുള്ളതുമാണ്. നിറം സാധാരണയായിട്ട് കറുപ്പ് അല്ലെങ്കിൽ ഇരുണ്ട നിറമായിരിക്കും. നഖങ്ങൾ മൂർച്ചയുള്ളതാണ്. ഇവ മരക്കൊമ്പുകളിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടിയും നീണ്ട സമയത്ത് ഇരിക്കാനും ഒക്കെ ഇവയെ സഹായിക്കുന്നുണ്ട്. കുഞ്ഞു പക്ഷികൾ നിറത്തിൽ മങ്ങിയ തവിട്ട് അല്ലെങ്കിൽ ചാര നിറത്തിലായിരിക്കും. ആൺപക്ഷിയുടെ നീല നിറം പൂർണ്ണമായിട്ട് വികസിച്ചിട്ടില്ല. ശരീരം അല്പം പൊങ്ങിയ രോമാവൃതിയിലായിരിക്കും. കാലക്രമത്തിൽ വളർച്ചയോടെ നിറം വ്യക്തമായിട്ട് മാറി പ്രായപൂർത്തിയായ രൂപം കൈവരിക്കുന്നുണ്ട്. നീലഗിരി ഫ്ലൈ ക്യാച്ചറിൻ്റെ ശരീരഘടന ഷോല കാടുകളുടെ ഇരുണ്ട വെളിച്ചത്തോട് പൊരുത്തപ്പെടുന്നുണ്ട്. നീല നിറം കാടിലെ നീളുകൾക്കായി ലയിക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. ചെറുതും ലളിതവുമായിട്ടുള്ള ശരീരം ചെടികൾക്കിടയിൽ എളുപ്പം സഞ്ചരിക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. ഇത് പ്രകൃതി തിരഞ്ഞെടുപ്പിൻ്റെ അതായത് നാച്ചുറൽ സെലക്ഷൻ്റെ ഫലമായിട്ട് രൂപപ്പെട്ടതാണ്. ചുരുക്കി പറഞ്ഞാൽ നീലഗിരി ഫ്ലൈ ക്യാച്ചറിൻ്റെ ശാരീരിക സവിശേഷത അതിൻ്റെ ജീവിതശൈലിക്കും ആവാസ വ്യവസ്ഥയ്ക്കും പൂർണ്ണമായിട്ടും അനുയോജ്യമായതാണ്. ചെറുതും സുന്ദരവുമായിട്ടുള്ള ശരീരം, തിളങ്ങുന്ന നീല നിറം, വെളുത്ത വാൽ, മൂർച്ചയുള്ള കൊക്ക്, ശക്തമായിട്ടുള്ള ചെറുകൾ ഇവയെല്ലാം തന്നെ ഈ പക്ഷിയെ പശ്ചിമഘട്ടത്തിലെ ഷോല കാടുകളുടെ ഒരു അതുല്യ സൃഷ്ടിയായിട്ട് മാറ്റുന്നുണ്ട്. ഈ ശാരീരിക സവിശേഷതകൾ നീലഗിരി ഫ്ലൈ ക്യാച്ചറിനെ തിരിച്ചറിയാൻ വേണ്ടിയും പഠിക്കാൻ വേണ്ടിയും മാത്രമല്ല പ്രകൃതിയുടെ പരിണാമ വൈവിധ്യം മനസ്സിലാക്കാൻ വേണ്ടിയും നമ്മെ സഹായിക്കുന്നുണ്ട്. ഇനി നമുക്കിവിടെ ആവാസ വ്യവസ്ഥ അല്ലെങ്കിൽ ഹാബിറ്റൻറ്റുമായിട്ട് സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ പക്ഷിയുടെ നിലനിൽപ്പ് അതിൻ്റെ പ്രത്യേക ആവാസ വ്യവസ്ഥയായിട്ട് വളരെ അടുത്ത ബന്ധമുള്ളതാണ്. തണുത്ത കാലാവസ്ഥയും ഈർപ്പവും നിറഞ്ഞ കാടുകളും ഉള്ള പ്രദേശങ്ങളാണ് ഈ പക്ഷിക്ക് ഏറ്റവും അനുയോജ്യം. അതിനാൽ തന്നെ നീലഗിരി ഫ്ലൈ ക്യാച്ചറിൻ്റെ ആവാസ വ്യവസ്ഥയെക്കുറിച്ചുള്ള പഠനം പശ്ചിമഘട്ടത്തിലെ ജൈവ വൈവിധ്യ സംരക്ഷണത്തിനും ഏറെ പ്രാധാന്യമുള്ളതാണ്. നീലഗിരി ഫ്ലൈ ക്യാച്ചർ പ്രധാനമായിട്ടും ഇന്ത്യയിലെ പശ്ചിമഘട്ടത്തിലെ ഉയർന്ന മലനിരകളാണ് കാണപ്പെടുന്നത്. പ്രത്യേകിച്ച് നീലഗിരി മലനിരകൾ, പാലാനി മലനിരകൾ, ആനമലൈ മലനിരകൾ, ബ്രഹ്മഗിരി മലനിരകൾ, ബാബാബുധൻ മലനിരകൾ, വെലിഗിരി ഗംഗൻ മലനിരകൾ ഇവിടങ്ങളിലാണ് ഈ പക്ഷിയുടെ ജനസംഖ്യ ഒതുങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നീലഗിരി ഫ്ലൈ ക്യാച്ചറിന് ഒരു പരിമിത വ്യാപ്തിയുള്ള പക്ഷിയായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. നീലഗിരി ഫ്ലൈ ക്യാച്ചർ സാധാരണയായിട്ട് കാണപ്പെടുന്നത് 1200 മീറ്റർ മുതൽ 2200 മീറ്റർ വരെ ഉയരമുള്ള പ്രദേശങ്ങളാണ്. ഈ ഉയരത്തിലുള്ള പ്രദേശങ്ങൾ തണുത്ത കാലാവസ്ഥ ഉണ്ടായിരിക്കും. മൂടൽമഞ്ഞ്, കൂടുതൽ മഴ, ഈർപ്പം കൂടിയ അന്തരീക്ഷമൊക്കെ ആയിരിക്കും. എന്നിവയൊക്കെ കൊണ്ട് പ്രത്യേകത പുലർത്തുന്നുണ്ട്. ഈ കാലാവസ്ഥ നീലഗിരി ഫ്ലൈ ക്യാച്ചറിൻ്റെ ശരീരഘടനയ്ക്കും ഭക്ഷണശീലത്തിനുമൊക്കെ ഏറ്റവും അനുയോജ്യമുള്ളതാണ്. നീലഗിരി ഫ്ലൈ ക്യാച്ചറിൻ്റെ ഏറ്റവും പ്രധാന ആവാസ വ്യവസ്ഥ ഷോല കാടുകളാണ്. ഷോല കാടുകളുടെ സവിശേഷത നമുക്ക് നോക്കുകയാണെങ്കിൽ ചെറുതും അടുക്കിയതുമായിട്ടുള്ള മരങ്ങളുണ്ടായിരിക്കും. കനത്ത ഇലച്ചൂടുണ്ടായിരിക്കും. ഈർപ്പം നിറഞ്ഞ മണ്ണായിരിക്കും.
മൂടൽമഞ്ഞുള്ള അന്തരീക്ഷമായിരിക്കും, താഴ്ന്ന നിലത്തു പച്ചക്കാടുകളുണ്ടായിരിക്കും. ഈ സാഹചര്യങ്ങളൊക്കെ സുരക്ഷിതമായിട്ടുള്ള താമസവും ധാരാളം കീടഭക്ഷണവും കൂടുണ്ടാക്കാനുള്ള അനുയോജ്യമായിട്ടുള്ള സ്ഥലങ്ങളും ഒക്കെ നൽകുന്നുണ്ട്. നീലഗിരി ഫ്ലൈ ക്യാച്ചർ ഒരു കീടഭോജി പക്ഷിയാണ്. അതിനാൽ തന്നെ കീടങ്ങൾ ധാരാളമുള്ള കാടുകളിലാണ് ഇവ ജീവിക്കുന്നത്. ഈർപ്പം കൂടിയ സ്ഥലങ്ങളിൽ കീടങ്ങളുടെ എണ്ണം കൂടുതലായതിനാൽ തന്നെ ശോലാക്കാടുകൾ ഇവയ്ക്ക് ഭക്ഷണ സമ്പന്നമായിട്ടുള്ള ആവാസ വ്യവസ്ഥ നൽകുന്നുണ്ട്. മരക്കൊമ്പുകളിൽ ഇരുന്ന് പറന്ന് കീടങ്ങളെ പിടിക്കുന്ന സലയിങ് ബിഹേവിയർ ഈ കാടുകളിൽ ഏറ്റവും ഫലപ്രദമായിട്ട് നടക്കുന്നുണ്ട്. നീലഗിരി ഫ്ലൈ ക്യാച്ചർ മനുഷ്യവാസമുള്ള പ്രദേശങ്ങളിൽ വിരളമായിട്ട് മാത്രമേ കാണപ്പെടൂ. നഗരങ്ങളിലോ കൃഷിയിടങ്ങളിലോ സാധാരണയായിട്ട് താമസിക്കാറില്ല. ശാന്തവും മനുഷ്യശല്യവും ഇല്ലാത്ത കാട്ടുപ്രദേശങ്ങളാണ് കൂടുതലായിട്ട് തിരഞ്ഞെടുക്കുന്നത്. ഇത് പക്ഷി ഒരു ഫോറസ്റ്റ് ഡിപ്പെൻഡൻറ്റ് സ്പീഷീസ് ആയിട്ട് മാറ്റുന്നുണ്ട്. നീലഗിരി ഫ്ലൈ ക്യാച്ചിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാലാവസ്ഥ തണുത്ത അന്തരീക്ഷവും തണുത്ത മഴ ലഭിക്കുന്ന പ്രദേശങ്ങളും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളും സ്ഥിരമായിട്ടുള്ള ഈർപ്പമുള്ള പ്രദേശങ്ങളിലും കനത്ത നിഴൽ ലഭിക്കുന്ന കാടുകളൊക്കെയാണ്. ഈ കാലാവസ്ഥ ഇല്ലാതാകുമ്പോൾ ഈ പക്ഷിയുടെ ജനസംഖ്യ കുറയാൻ വേണ്ടി സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് കാലാവസ്ഥാ മാറ്റം ഇവയുടെ ആവാസ വ്യവസ്ഥയെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ട്. നീലഗിരി ഫ്ലൈ ക്യാച്ചിൻ്റെ ആവാസ വ്യവസ്ഥ നേരിടുന്ന പ്രധാനമായിട്ടുള്ള ഭീഷണികൾ നോക്കുകയാണെങ്കിൽ ഷോല കാടുകളുടെ നശീകരണം, തേയിലക്കാപ്പി, യൂക്കാലിപ്സ് പോലുള്ള തോട്ടങ്ങൾ വർദ്ധിക്കുന്നത്, റോഡ് നിർമ്മാണം, ടൂറിസം വികസനം, വനനശീകരണം, കാലാവസ്ഥ മാറ്റം ഇവയൊക്കെ കാരണം ഇവിടെ താമസ സ്ഥലങ്ങൾ ചുരുങ്ങുകയും ജനസംഖ്യ ചെറിയ പ്രദേശമായിട്ട് ഒതുങ്ങുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നീലഗിരി ഫ്ലൈ ക്യാച്ചർ കൂടുതലായിട്ട് കാണപ്പെടുന്നത് ദേശീയ ഉദ്യാനങ്ങൾ, വന്യജീവി സങ്കേതങ്ങൾ, സംരക്ഷിതമായിട്ടുള്ള ഷോല കാടുകൾ ഇവിടങ്ങളിലൊക്കെയാണ്. ഇവിടങ്ങളിൽ കാട് സംരക്ഷിക്കപ്പെടുന്നതിനാൽ തന്നെ ഇവയ്ക്ക് സുരക്ഷിതമായിട്ടുള്ള ആവാസ വ്യവസ്ഥ നിലനിൽക്കുന്നുണ്ട്. നീലഗിരി ഫ്ലൈ ക്യാച്ചിൻ്റെ ആവാസ വ്യവസ്ഥ അതിന് എൻഡമിക് സ്വഭാവമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. പശ്ചിമഘട്ടത്തിലെ ഉയർന്ന മലനിരകൾ, പ്രത്യേകമായിട്ടുള്ള കാലാവസ്ഥ, ഷോല കാടുകളുടെ പ്രത്യേക ഘടന ഇവയൊക്കെയാണ് ഈ പക്ഷിയെ മറ്റെവിടെയും കാണാത്ത ഒരു സ്പീഷീസ് ആയിട്ട് മാറ്റിയത്. ചുരുക്കി പറഞ്ഞാൽ നീലഗിരി ഫ്ലൈ ക്യാച്ചിൻ്റെ ആവാസ വ്യവസ്ഥ പ്രധാനമായിട്ടും പശ്ചിമഘട്ടത്തിലെ ഉയർന്ന മലനിരകളിലെ ഷോല കാടുകളാണ്. തണുത്തതും ഈർപ്പമുള്ളതുമായിട്ടുള്ള ഈ കാടുകൾ ഈ പക്ഷിക്ക് ഭക്ഷണവും സുരക്ഷയും പ്രജനനത്തിനുള്ള ഇടവും ഒക്കെ നൽകുന്നുണ്ട്. എന്നാൽ വനനശീകരണവും കാലാവസ്ഥാ മാറ്റവും മൂലം ഈ പക്ഷിയുടെ ആവാസ വ്യവസ്ഥ ഭീഷണിയിലായിരിക്കുകയാണ്. എന്നാൽ തന്നെ നീലഗിരി ഫ്ലൈ ക്യാച്ചിനെ സംരക്ഷിക്കുക എന്നത് ഒരു പക്ഷിയുടെ മാത്രം സംരക്ഷണയല്ല, മറിച്ച് പശ്ചിമഘട്ടത്തിലെ ഷോല കാടുകളുടെ സംരക്ഷണമാണ്. അതുവഴി മുഴുവൻ പരിസ്ഥിതിയുടെ സംരക്ഷണമാണ്. നീലഗിരി ഫ്ലൈ ക്യാച്ചിൻ്റെ ആവാസ വ്യവസ്ഥ നമ്മളെ പ്രകൃതിയുടെ നിസ്സാരമെന്ന് കരുതുന്ന ഇടങ്ങൾ പോലും എത്രമാത്രം വിലപ്പെട്ടതാണെന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഇവയുടെ ബിഹേവിയർ അല്ലെങ്കിൽ പെരുമാറ്റ സവിശേഷം നോക്കുകയാണെങ്കിൽ ഈ പക്ഷിയുടെ പെരുമാറ്റം അതിൻ്റെ ആവാസ വ്യവസ്ഥയും ഭക്ഷണശീലത്തോടും അടുത്ത് ബന്ധപ്പെട്ടതാണ്. ശാന്തതയും സൂക്ഷ്മതയുള്ള ഈ പക്ഷി മനുഷ്യരുടെ ശ്രദ്ധയിൽപ്പെടാതെ കാടിനുള്ളിൽ തന്നെ ജീവിതം നയിക്കുന്ന ഒരു ജീവിയാണ്. അതിൻ്റെ ഭക്ഷണശീലം, ചലനശേഷി, സാമൂഹികപരമായിട്ടുള്ള സ്വഭാവം, ശബ്ദം, കൂടിയുള്ള പെരുമാറ്റം എന്നിവയൊക്കെ തന്നെ അതിൻ്റെ പ്രത്യേകതകളാണ്. നീലഗിരി ഫ്ലൈ ക്യാച്ചർ ഒരു കീടഭോജി പക്ഷിയാണ്. അതിന് പ്രധാനമായിട്ടുള്ള ഭക്ഷണം ചെറുകീടങ്ങൾ, ഈച്ചകൾ, കൊതുകുകൾ, ചിതലുകൾ, പുഴുക്കൾ, ചിലപ്പോൾ ചിറകുള്ള കീടങ്ങളൊക്കെ ആയിരിക്കും. ഇവയുടെ പ്രധാന വേട്ടശൈലി എന്ന് പറയുന്നത് മരക്കൊമ്പിൽ ശാന്തമായിട്ടിരിക്കുന്നു, പറക്കുന്ന കീടങ്ങളെ ശ്രദ്ധിച്ചു നോക്കി പെട്ടെന്ന് പറന്ന് പിടിച്ചു വീണ്ടും അതേ കൊമ്പിലോ അടുത്ത മരക്കൊമ്പിലോ ഒക്കെ മടങ്ങി വരും. ഈ പെരുമാറ്റത്തെ സലയിങ് ബിഹേവിയർ എന്ന് വിളിക്കുന്നുണ്ട്. ഇത് ഫ്ലൈ ക്യാച്ചർ പക്ഷികളുടെ പ്രധാനമായിട്ടുള്ള സ്വഭാവമാണ്. ഈ നീലഗിരി ഫ്ലൈ ക്യാച്ചർ വളരെ വേഗത്തിൽ ചലിക്കുന്ന പക്ഷിയാണ്. ചെറിയ ദൂരത്തിൽ പെട്ടെന്ന് പറക്കും. കൊമ്പിൽ നിന്ന് കൊമ്പിലേക്ക് ചാടിയാണ് ഇവയുടെ സഞ്ചാരം. ഇത് സാധാരണയായിട്ട് കാടിൻ്റെ താഴ്ന്ന മുതൽ മധ്യനില വരെയുള്ള ഭാഗങ്ങളാണ് ജീവിക്കുന്നത്. തുറന്ന സ്ഥലങ്ങളിലേക്കാൾ കാടിൻ്റെ ഉള്ളിലായിരിക്കും കൂടുതൽ സമയം ഭക്ഷണം തേടുന്നത് വളരെ സജീവമായിരിക്കും. ഉച്ചയ്ക്ക് ചലനം കുറച്ച് നിഴലുള്ള സ്ഥലങ്ങളിൽ ഇവ വിശ്രമിക്കും. നീലഗിരി ഫ്ലൈ ക്യാച്ചർ സാധാരണയായിട്ട് ഒറ്റയ്ക്ക് ജീവിക്കുന്ന പക്ഷിയാണ്. ജോഡിയായിട്ട് കാണപ്പെടുന്നത് സാധാരണയായിട്ട് പ്രജനനകാലത്ത് മാത്രമാണ്. വലിയ കൂട്ടമായിട്ട് സഞ്ചരിക്കുന്ന സ്വഭാവമൊന്നും ഇവയ്ക്കില്ല. ഇതിന് പ്രധാനമായിട്ടുള്ള കാരണം ഭക്ഷണം കീടങ്ങളായതിനാൽ തന്നെ കൂട്ടമായിട്ട് ഭക്ഷണം തേടേണ്ട ആവശ്യമില്ല. ഷോല കാടുകളുടെ ഇടുങ്ങിയ അന്തരീക്ഷത്തിൽ ഇവയ്ക്ക് ഒറ്റയ്ക്ക് ജീവിക്കുന്നത് എളുപ്പമായിരിക്കും. നീലഗിരി ഫ്ലൈ ക്യാച്ചർ വളരെ ഭീതിയുള്ള, അതായത് ഷൈ ആയിട്ടുള്ള പക്ഷിയാണ്. മനുഷ്യരെ കണ്ടാൽ ഉടൻ കാട്ടിലേക്ക് പറന്നു പോകും. തുറന്ന പ്രദേശങ്ങൾ ഇവിടെ നീണ്ടു നിൽക്കാറില്ല. അതുകൊണ്ട് തന്നെ ഇതിനെ കാണുന്നത് പക്ഷി നിരീക്ഷകർക്ക് ഒരു ഭാഗ്യമായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. ഹിഡൻ ബേർഡ് ഓഫ് വെസ്റ്റേൺ ഗട്ട്സ് എന്ന പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. നീലഗിരി ഫ്ലൈ ക്യാച്ചർ വലിയ ശബ്ദമുള്ള പക്ഷിയല്ല. അതിൻ്റെ ശബ്ദം മൃദുവും ചെറുതുമായിട്ടുള്ളതാണ്. സുതാര്യവും ലളിതവുമായിട്ടുള്ള സ്വരത്തിലുള്ളതാണ്. ഷോല കാടുകളുടെ ശാന്തതയോട് ലയിക്കുന്ന തരത്തിലുള്ളതാണ് ഇവയുടെ ശബ്ദം. ഈ ശബ്ദം ജോഡിയെ ആകർഷിക്കാൻ വേണ്ടിയും പ്രദേശം അടയാളപ്പെടുത്താൻ വേണ്ടിയും ഭീഷണി മുന്നറിയിപ്പൊക്കെയായിട്ട് ഇവ ഉപയോഗിക്കുന്നുണ്ട്. പ്രജനനകാലത്ത് സ്വയം പ്രദേശം, അതായത് സ്വയം ടെറിട്ടറി ഉറപ്പാക്കും. മറ്റൊരു ആൺപക്ഷി അതിർത്തിയിൽ എത്തിയാൽ ശബ്ദം ഉയർത്തി മുന്നറിയിപ്പ് നൽകും. ചിലപ്പോൾ പിന്തുടർച്ച പറക്കലും ഒക്കെ കാണാൻ വേണ്ടി സാധിക്കും. ഇത് കൂടുതലും ഭക്ഷണത്തിനും സുരക്ഷയും ഒക്കെ ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ്. പ്രജനനകാലത്ത് ആൺപക്ഷി കൂടുതൽ സജീവമായിട്ട് പാടും. പെൺപക്ഷിയെ ആകർഷിക്കാൻ വേണ്ടി പ്രത്യേക ശബ്ദങ്ങൾ ഉണ്ടാക്കും. കൂടുണ്ടാക്കാൻ സുരക്ഷിതമായിട്ടുള്ള ഇടങ്ങൾ തിരഞ്ഞെടുത്ത് സംരക്ഷിക്കും. കൂട് സാധാരണയായിട്ട് മരത്തിൻ്റെ കൊമ്പുകളിൽ പച്ചിലകളും പാലുകളും ഉപയോഗിച്ചിട്ടാണ് നിർമ്മിക്കുന്നത്. കുഞ്ഞുങ്ങളെ വളർത്തുന്ന സമയത്ത് ആൺപെൺ പക്ഷികൾ ഒരുമിച്ച് ഭക്ഷണം എത്തിക്കും. കുഞ്ഞുങ്ങളെ ശത്രുക്കളിൽ നിന്ന് കാത്തു സൂക്ഷിക്കും.
നീലഗിരി ഫ്ലൈ ക്യാച്ചറിന്റെ പ്രധാനമായിട്ടുള്ള ശത്രുക്കൾ പാമ്പുകൾ, വലിയ പക്ഷികൾ, ചെറിയ കാട്ടുമൃഗങ്ങൾ എന്നിവയൊക്കെയാണ്. ഇവ ശബ്ദമില്ലാതെ ചലിക്കും. ഇത് പ്രകൃതി നൽകിയ ഒരു ജീവൻ രക്ഷാ തന്ത്രമാണ്. മഴക്കാലത്ത് കീടങ്ങൾ കൂടുതലായതിനാൽ തന്നെ ഭക്ഷണം എളുപ്പം ലഭിക്കും. പ്രജനന പ്രവർത്തനങ്ങൾ സജീവമാവും. വേനൽക്കാലത്ത് ചൂട് കൂടുമ്പോൾ ചലനം കുറയുന്നതായിട്ട് കാണാൻ സാധിക്കും. നിഴലുള്ള പ്രദേശങ്ങളിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നുണ്ട്. ഇത് കാലാവസ്ഥയോട് പൊരുത്തപ്പെട്ട് ജീവിക്കുന്ന ഒരു സ്വാഭാവികമായിട്ടുള്ള പെരുമാറ്റമാണ്. നീലഗിരി ഫ്ലൈ ക്യാച്ചർ കീടങ്ങളെ ഭക്ഷിക്കുന്നതിനാൽ തന്നെ കാടുകളിലെ കീടങ്ങളെ എണ്ണം നിയന്ത്രിക്കുന്നുണ്ട്. പക്ഷിയുടെ സന്തുലനാവസ്ഥ നിർത്താൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അതിനാൽ തന്നെ ഇത് ഒരു പ്രധാന എക്കോളജിക്കൽ സ്പീഷീസ് ആയിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നീലഗിരി ഫ്ലൈ ക്യാച്ചറിന്റെ പെരുമാറ്റം അതിൻ്റെ ഷോലാക്കാട് ആവാസ വ്യവസ്ഥയോടും കീടഭക്ഷണശീലത്തോടും ചേർന്ന് വികസിച്ച ഒന്നാണ്. ഒറ്റപ്പെട്ട ജീവിതം, ശാന്തമായിട്ടുള്ള സ്വഭാവം, കീടങ്ങളെ പിടിക്കുന്ന പ്രത്യേകമായിട്ടുള്ള വേട്ടശൈലി, മൃദുവായിട്ടുള്ള ശബ്ദം, മനുഷ്യരെ ഒഴിവാക്കുന്ന സ്വഭാവം എന്നിവയെല്ലാം തന്നെ ഈ പക്ഷിയെ പശ്ചിമഘട്ടത്തിലെ ഒരു അതുല്യ ജീവിയായിട്ട് മാറ്റുന്നുണ്ട്. ഈ പെരുമാറ്റ സവിശേഷതകൾ നീലഗിരി ഫ്ലൈ ക്യാച്ചറിനെ തിരിച്ചറിയാൻ വേണ്ടിയും സംരക്ഷിക്കാൻ വേണ്ടിയൊക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഈ പക്ഷിയുടെ പെരുമാറ്റം പഠിക്കുന്നത് പശ്ചിമഘട്ടത്തിലെ പ്രകൃതിയുടെ സന്തുലനാവസ്ഥയെ മനസ്സിലാക്കാനുള്ള ഒരു വഴിയാണ്. ഇനി നമുക്കിവിടെ റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രജനനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം നോക്കുകയാണെങ്കിൽ ഈ പക്ഷിയുടെ നിലനിൽപ്പ് അതിൻ്റെ പ്രജനന ശേഷിയുടെ അടുത്ത ബന്ധത്തിലാണ്. പ്രജനനകാലം കൂടുണ്ടാക്കാനുള്ള ശൈലി, മുട്ടയിടൽ, കുഞ്ഞുങ്ങളെ വളർത്തുന്ന രീതി എന്നിവയെല്ലാം തന്നെ ഈ പക്ഷിയുടെ ജീവശാസ്ത്രപരമായിട്ടുള്ള പ്രധാന സവിശേഷതകളാണ്. ഷോലാക്കാടുകളുടെ ശാന്തവും സുരക്ഷിതവുമായിട്ടുള്ള അന്തരീക്ഷത്തിലാണ് നീലഗിരി ഫ്ലൈ ക്യാച്ചറിന് വിജയകരമായിട്ടുള്ള പ്രജനനം നടത്താൻ വേണ്ടി സഹായിക്കുന്നത്. നീലഗിരി ഫ്ലൈ ക്യാച്ചറിൻ്റെ പ്രജനനകാലം സാധാരണയായിട്ട് മാർച്ച് മുതൽ ജൂൺ വരെ ആയിരിക്കും. ചില പ്രദേശങ്ങൾ മഴയുടെ തുടക്കവുമായിട്ട് ബന്ധപ്പെട്ട ജൂലൈ വരെയും നീളാം. ഈ കാലയളവിൽ കീടങ്ങളുടെ എണ്ണം കൂടുതലായിരിക്കും. ഭക്ഷണം എളുപ്പം ലഭിക്കുന്നതിനാൽ തന്നെ കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടി അനുയോജ്യമായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാവും. അതാണ് പ്രകൃതി ഈ പക്ഷിക്ക് തിരഞ്ഞെടുത്ത അനുയോജ്യമായിട്ടുള്ള പ്രജനനകാലം. പ്രജനനകാലത്ത് ആൺപക്ഷി കൂടുതൽ സജീവമാവും. മൃദുവായിട്ടുള്ള ശബ്ദത്തിൽ പാടിയും വിളിച്ചും പെൺപക്ഷിയെ ആകർഷിക്കും. ചിറകുകൾ വിരിച്ചും ചെറിയ പറക്കലുമായിട്ട് നടത്തി ശ്രദ്ധ നേടും. പെൺപക്ഷി ആരോഗ്യകരമായിട്ടുള്ള ശക്തമായിട്ടുള്ള ടെറിട്ടറി കൈവശമുള്ള മികച്ച ഭക്ഷണ സ്രോതസ്സുള്ള പ്രദേശം തിരഞ്ഞെടുത്തുള്ള ആൺപക്ഷിയാണ് സ്വീകരിക്കുന്നത്. അങ്ങനെ ആൺപെൺ പക്ഷികൾ തമ്മിലുള്ള ജോഡി ബന്ധം രൂപപ്പെടുന്നുണ്ട്. നീലഗിരി ഫ്ലൈ ക്യാച്ചറിന്റെ കൂട് നിർമ്മാണം വളരെ സൂക്ഷ്മവും ക്രമബദ്ധവുമാണ്. കൂടിന്റെ സവിശേഷതകൾ സാധാരണയായിട്ട് മരക്കൊമ്പുകളിൽ അല്ലെങ്കിൽ കുറ്റിച്ചെടികളിൽ നിലത്ത് നിന്ന് മിതമായിട്ടുള്ള ഉയരത്തിലായിരിക്കും. പായലുകൾ, ഉണങ്ങിയ ഇലകൾ, ചെറുചെടികൾ, വേരുകൾ എന്നിവയൊക്കെ ഉപയോഗിച്ച് നിർമ്മിക്കുന്നുണ്ട്. കൂടിന്റെ പുറംഭാഗം ചുറ്റുമായിട്ട് ലയിക്കുന്ന നിറത്തിലായിരിക്കും. കൂട് നിർമ്മാണത്തിൽ പ്രധാനമായിട്ടുള്ള പങ്ക് പെൺപക്ഷിയാണ്. ആൺപക്ഷി സമീപത്ത് നിന്ന് കാവൽ നിൽക്കും. ഇത് ശത്രുക്കളിൽ നിന്ന് കൂടിനെ സംരക്ഷിക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. കൂട് പൂർത്തിയാക്കിയ ശേഷം പെൺപക്ഷി സാധാരണയായിട്ട് 2 മുതൽ 3 വരെ മുട്ടകളിടും. മുട്ടകൾ ചെറുതും ഇളം നിറത്തിലുള്ളവയായിരിക്കും. ചില മുട്ടകൾ ചെറിയ പുള്ളികൾ കാണപ്പെടാം. മുട്ടയിടൽ ഓരോ ദിവസവും ഓരോ മുട്ട വീതം എന്ന ക്രമത്തിലാണ് സാധാരണയായിട്ട് നടക്കുന്നത്. മുട്ടയിട്ടതിന് ശേഷം പ്രധാനമായിട്ടും പെൺപക്ഷിയാണ് മുട്ടകൾ ചൂടാക്കുന്നത്, അതായത് ഇൻക്യുബേഷൻ കൊടുക്കുന്നത്. ആൺപക്ഷി ഈ സമയത്ത് ഭക്ഷണം കണ്ടെത്തി പെൺപക്ഷിക്ക് നൽകും. കൂടിനടുത്ത് കാവൽ നിൽക്കും. ഇൻക്യുബേഷൻ കാലം സാധാരണയായിട്ട് 12 മുതൽ 14 ദിവസം വരെ നീണ്ടു നിൽക്കും. ഈ കാലയളവിൽ കൂട് ശാന്തമായിട്ടുള്ള സ്ഥലത്തായിരിക്കും. പെൺപക്ഷി അപൂർവമായിട്ട് കൂട് വിട്ടു പോകും. ഇൻക്യുബേഷൻ കഴിഞ്ഞാൽ കുഞ്ഞു പക്ഷികൾ മുട്ട പൊളിച്ച് പുറത്തു വരും. അവ പൂർണ്ണമായിട്ടും മാതാപിതാക്കളിൽ ആശ്രിതമായിരിക്കും. കണ്ണുകൾ ആദ്യം അടഞ്ഞ നിലയിലായിരിക്കും. ശരീരത്തിൽ പൂർണ്ണമായിട്ട് രോമങ്ങൾ ഉണ്ടായില്ല. കുഞ്ഞുങ്ങൾ തുടർച്ചയായിട്ട് ഭക്ഷണം ആവശ്യപ്പെടുന്ന ശബ്ദമുണ്ടാക്കും. നീലഗിരി ഫ്ലൈ ക്യാച്ചറിൽ ആൺപെൺ പക്ഷികൾ രണ്ടുപേരും ചേർന്നിട്ടാണ് കുഞ്ഞുങ്ങളെ വളർത്തുന്നത്. ചെറു കീടങ്ങൾ പിടിച്ച് കൂട്ടിലാണ് കൊണ്ടുവരുന്നത്. കുഞ്ഞുങ്ങൾക്ക് അത് നൽകുന്നുണ്ട്. കൂട് ശുദ്ധമായിട്ട് സൂക്ഷിക്കും. ശത്രുക്കളിൽ നിന്ന് കുഞ്ഞുങ്ങളെ സംരക്ഷിക്കും. ഈ ഘട്ടത്തിൽ മാതാപിതാക്കൾ വളരെ ജാഗ്രതയോടുകൂടെ പെരുമാറും. മനുഷ്യനെ കണ്ടാൽ കുഞ്ഞുങ്ങളെ ഒളിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും. ഏകദേശം 12 മുതൽ 15 ദിവസത്തിന് ശേഷം കുഞ്ഞുങ്ങൾ പറക്കാൻ വേണ്ടി പഠിക്കും. ആദ്യം ചെറിയ ദൂരങ്ങൾ മാത്രം പറക്കും. മാതാപിതാക്കൾ അടുത്ത് നിന്ന് മേൽനോട്ടം വഹിക്കും. പൂർണ്ണമായിട്ടും സ്വയം ഭക്ഷണം തേടാൻ വേണ്ടി തുടങ്ങുന്നതോടെ മാതാപിതാക്കൾ അവയെ സഹായിക്കും. നീലഗിരി ഫ്ലൈ ക്യാച്ചിൻ്റെ പ്രജനനം നേരിടുന്ന പ്രധാനമായിട്ടുള്ള ഭീഷണികൾ കാടുകളുടെ നാശം, മനുഷ്യ ഇടപെടലുകൾ, കാട്ടുമൃഗങ്ങളും പാമ്പുകളും പോലുള്ള ശത്രുക്കൾ, കാലാവസ്ഥാ മാറ്റം, ശക്തമായിട്ടുള്ള മഴയോ കാറ്റോ കാരണം കൂടുകൾ നശിക്കുന്നത് എന്നൊക്കെയാണ്. ഇവയെല്ലാം മുട്ടകളും കുഞ്ഞുങ്ങളും ഒക്കെ നഷ്ടപ്പെടാൻ വേണ്ടി കാരണമായേക്കാം. നീലഗിരി ഫ്ലൈ ക്യാച്ചിൻ്റെ പ്രജനനം ഈ സ്പീഷീസിനെ തുടർച്ച ഉറപ്പാക്കുന്നുണ്ട്. കീടങ്ങളുടെ എണ്ണം നിയന്ത്രിക്കുന്നതിലൂടെ പ്രകൃതിയുടെ സമതുലനാവസ്ഥ ഇവ നിലനിർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പക്ഷിയുടെ പ്രജനന വിജയ ശതമാനം പരിസ്ഥിതിയുടെ ആരോഗ്യനില സൂചിപ്പിക്കുന്ന ഒരു സൂചികയായിട്ട് കണക്കാക്കാൻ വേണ്ടി സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ നീലഗിരി ഫ്ലൈ ക്യാച്ചിൻ്റെ പ്രജനന പ്രക്രിയ വളരെ ക്രമബദ്ധവും സൂക്ഷ്മയുള്ളതാണ്. ശരിയായിട്ടുള്ള കാലാവസ്ഥ, സംരക്ഷിതമായിട്ടുള്ള ഷോലാക്കാടുകൾ, ധാരാളം കീടഭക്ഷണം എന്നിവ ലഭിക്കുമ്പോൾ ഈ പക്ഷി വിജയകരമായിട്ട് പ്രജനനം നടത്തുന്നു. കൂടുണ്ടാക്കൽ മുതൽ കുഞ്ഞുങ്ങളെ പറക്കാൻ പഠിപ്പിക്കുന്നു വരെ മാതാപിതാക്കൾ വലിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നുണ്ട്. ഈ പ്രജനന പ്രക്രിയ സംരക്ഷിക്കപ്പെടുന്നത് നീലഗിരി ഫ്ലൈ ക്യാച്ചർ എന്ന എൻഡമിക് സ്പീഷീസിൻ്റെ നിലനിൽപ്പ് ഉറപ്പാക്കാൻ പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതിയുടെ ആരോഗ്യത്തിന് വളരെ അത്യാവശ്യമാണ്. ഇനി നമുക്ക് ഇവിടെ ആയുസ്, ഭീഷണികൾ, ശത്രുക്കൾ എന്നിവയൊക്കെ നോക്കുകയാണെങ്കിൽ
നീലഗിരി ഫ്ലൈ ക്യാച്ചർ എന്ന ഈ പക്ഷിയുടെ നിലനിൽപ്പ് അതിൻ്റെ ആയുസ്സിനോടും നേരിടുന്ന ഭീഷണിയോടും സ്വാഭാവികമായിട്ടുള്ള ശത്രുക്കളോടുമൊക്കെ നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. പരിസ്ഥിതിയിലെ ചെറിയ മാറ്റങ്ങൾ പോലും ഈ പക്ഷിയുടെ ജനസംഖ്യയെ ശക്തമായിട്ട് ബാധിക്കാവുന്ന സാഹചര്യങ്ങളാണുള്ളത്. ആയുസ് സംഭവിച്ച് നോക്കുകയാണെങ്കിൽ നീലഗിരി ഫ്ലൈ ക്യാച്ചർ ഒരു ചെറു വലുപ്പമുള്ള പക്ഷി അതിനാൽ തന്നെ അതിൻ്റെ ആയുസ് മിതമായതാണ്. സാധാരണയായിട്ട് 5 മുതൽ 8 വർഷം വരെ ഇത് ജീവിക്കാറുണ്ട്. സുരക്ഷിതമായിട്ടുള്ള ആവാസ വ്യവസ്ഥയും മതിയായിട്ടുള്ള ഭക്ഷണവും ലഭിക്കുന്ന പക്ഷികൾക്ക് 10 വർഷം വരെ ജീവിക്കാൻ വേണ്ടി സാധ്യതയുണ്ട്. ഇവിടെ ആയുസ്സിനെ സ്വാധീനിക്കുന്ന പ്രധാനമായിട്ടുള്ള ഘടകങ്ങൾ ഭക്ഷണ ലഭ്യത, ശത്രുക്കളുടെ സാന്നിധ്യം, കാലാവസ്ഥ, രോഗങ്ങൾ, മനുഷ്യ ഇടപെടലുകൾ എന്നിവയാണ്. കുഞ്ഞു പക്ഷിയുടെ ജീവൻ നിലനിർത്തൽ നിരക്ക് കുറവാണ്, കാരണം ഇവ ശത്രുക്കൾക്ക് എളുപ്പം ഇരയാവാൻ വേണ്ടി സാധിക്കും. ശക്തമായിട്ടുള്ള മഴയും തണുപ്പും ഒക്കെ ഇവ ബാധിക്കുന്നുണ്ട്. അതിനാൽ തന്നെ പ്രജനന വിജയം ഈ പക്ഷിയുടെ ജനസംഖ്യ നിലനിർത്താൻ വേണ്ടി വളരെ പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. നീലഗിരി ഫ്ലൈ ക്യാച്ചിൻ്റെ പ്രധാനമായിട്ടുള്ള ഭീഷണികൾ നോക്കുകയാണെങ്കിൽ ആവാസ വ്യവസ്ഥയുടെ നാശം, കാലാവസ്ഥാ മാറ്റം, മനുഷ്യശല്യം, കീടനാശിനികളിലും മലിനീകരണവും ഒക്കെയാണ്. ഇവിടെ സ്വാഭാവികമായിട്ടുള്ള ശത്രുക്കൾ നോക്കുകയാണെങ്കിൽ പാമ്പുകൾ, അതായത് കൂടുകളിലെ മുട്ടകളും കുഞ്ഞു പക്ഷികളും ഒക്കെ തിന്നുന്നുണ്ട്. ഇതൊരു പ്രധാനമായിട്ടുള്ള ഭീഷണി ഒന്നാണ്. പിന്നെ വലിയ പക്ഷികളായിട്ടുള്ള കുരുകൻ പക്ഷികൾ, പരുന്തുകളൊക്കെ പറക്കുമ്പോഴും കൊമ്പുകളിൽ ഇരിക്കുമ്പോഴും ഒക്കെ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ കാട്ടുപൂച്ച, മങ്കൂസ്, കുരങ്ങൾ അവയൊക്കെ കൂടുതൽ കണ്ടെത്തി മുട്ടകളും കുഞ്ഞുങ്ങളും ഒക്കെ തിന്നാനുള്ള സാധ്യതയുണ്ട്. പിന്നെ മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ട ശത്രുക്കളായിട്ടുള്ള വീട്ടുപൂച്ചകൾ, വളർത്തുപൂച്ചകളൊക്കെ കടലോട് ചേർന്ന പ്രദേശങ്ങളിൽ ഇവ വലിയ ഭീഷണിയാകുന്നുണ്ട്. നീലഗിരി ഫ്ലൈ ക്യാച്ചർ പ്രകൃതിദത്തമായിട്ടുള്ള ചില സംരക്ഷണ തന്ത്രങ്ങൾ വികസിപ്പിച്ചിട്ടുണ്ട്. നിറം ചുറ്റുമായിട്ട് ലയിക്കുന്നതിനാൽ അതൊരു കാംഫ്ലോജ് ആയിട്ട് വർദ്ധിക്കുന്നതിനാൽ തന്നെ എളുപ്പത്തിൽ കണ്ടെത്താൻ വേണ്ടി കഴിയത്തില്ല. ശാന്തമായിട്ട് ശബ്ദമില്ലാതെ ചലിക്കാൻ വേണ്ടിയൊക്കെ ഇതിന് സാധിക്കുന്നുണ്ട്. ഇവ കൂടുകൾ മറഞ്ഞ സ്ഥലങ്ങളിൽ നിർമ്മിക്കുന്നുണ്ട്. മനുഷ്യരെയും ശത്രുക്കളെയും കണ്ടാൽ ഉടൻ കാട്ടിലേക്ക് മറയും. ഇവയൊക്കെ ജീവൻ രക്ഷിക്കാനുള്ള പ്രകൃതിദത്തമായിട്ടുള്ള തന്ത്രങ്ങളാണ്. ഭീഷണികൾ കൂടുമ്പോൾ ആയുസ് കുറയുകയും പ്രജനന വിജയം കുറയുകയും ചെയ്യുന്നുണ്ട്. കുഞ്ഞു പക്ഷികളുടെ ജീവൻ നിലനിൽപ്പ് നിരക്ക് താഴുന്നുണ്ട്. അതായത് നീലഗിരി ഫ്ലൈ ക്യാച്ചറിൻ്റെ ആയുസും ജനസംഖ്യയും ഭീഷണികളുടെ തോതിനോട് നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നീലഗിരി ഫ്ലൈ ക്യാച്ചർ സാധാരണയായിട്ട് 5 മുതൽ 8 വർഷം വരെ ജീവിക്കാവുന്ന ഒരു ചെറു പക്ഷിയാണ്. എന്നാൽ ആവാസ വ്യവസ്ഥയുടെ നാശം, കാലാവസ്ഥാ മാറ്റം, മനുഷ്യശല്യം, മലിനീകരണം എന്നിവയൊക്കെ കാരണം അതിൻ്റെ ആയുസ്സും ജനസംഖ്യയൊക്കെ അപകടത്തിലാകുന്ന സാഹചര്യമുണ്ട്. പാമ്പുകൾ, വലിയ പക്ഷികൾ, ചെറു മൃഗങ്ങൾ തുടങ്ങിയവയാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ള ശത്രുക്കൾ. നീലഗിരി ഫ്ലൈ ക്യാച്ചറിനെ സംരക്ഷിക്കുന്നത് ഒരു സ്പീഷ്യസിനെ മാത്രം സംരക്ഷിക്കുന്നതല്ല, മറിച്ച് പശ്ചിമഘട്ടത്തിലെ ഷോല കാടുകളെയും അവിടെയുള്ള മുഴുവൻ പരിസ്ഥിതിയും സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അതിനാൽ തന്നെ ഈ പക്ഷിയുടെ ആയുസ്സും സുരക്ഷയൊക്കെ ഉറപ്പാക്കുവാൻ ആവാസ വ്യവസ്ഥ സംരക്ഷണം അനിവാര്യമാണ്. ഇനി നമുക്കിവിടെ കൺസർവേഷൻ സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ റെഡ് ലിസ്റ്റ് പ്രകാരം നീലഗിരി ഫ്ലൈ ക്യാച്ചറിന് നൽകപ്പെട്ടിരിക്കുന്ന സംരക്ഷണ നില നിയർ ത്രെറ്റൻഡ്, അതായത് അപകട സാധ്യതയിലേക്ക് അടുത്ത നില എന്നതാണ്. അതിൻ്റെ അർത്ഥം ഇപ്പോൾ വംശനാശ ഭീഷണി നേരിടുന്ന വിഭാഗമായിട്ട് ഉൾപ്പെടുത്തിയിട്ടില്ല. എന്നാൽ നിലവിലെ സാഹചര്യങ്ങൾ തുടർന്നാൽ ഭാവിയിൽ വൾണറബിൾ, അതായത് ഭീഷണിയിലുള്ള വിഭാഗം ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ തന്നെ ഈ പക്ഷി സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കേണ്ട ഒരു സ്പീഷ്യസ് ആണ്. ഇനി നമുക്ക് ഇവയുടെ ഹിസ്റ്ററി അല്ലെങ്കിൽ ഇവയുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ നീലഗിരി ഫ്ലൈ ക്യാച്ചർ പശ്ചിമഘട്ടത്തിലെ ഉയർന്ന മലനിരകളിൽ മാത്രം കാണപ്പെടുന്ന ഒരു അപൂർവവും എൻഡമിക് ആയിട്ടുള്ള ഒരു പക്ഷിയാണ്. ഈ പക്ഷിയുടെ ചരിത്രം, ശാസ്ത്രീയപരമായിട്ടുള്ള കണ്ടെത്തലുകളുമൊക്കെ പശ്ചിമഘട്ടത്തിലെ പ്രകൃതി പഠനങ്ങളോടും ചേർന്ന് വികസിച്ചു വന്നാണ്. അതിനെ കണ്ടെത്തൽ മുതൽ ഇന്നത്തെ സംരക്ഷണ ശ്രമങ്ങൾ വരെ നീളുന്ന ഒരു ശാസ്ത്രീയ യാത്രയാണ് നീലഗിരി ഫ്ലൈ ക്യാച്ചറിൻ്റെ ചരിത്രം. നീലഗിരി ഫ്ലൈ ക്യാച്ചറിൻ്റെ ചരിത്രം ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ള പക്ഷികളുടെ പരിണാമത്തിലേക്ക് നീളുന്നുണ്ട്. ഫ്ലൈ ക്യാച്ചർ കുടുംബത്തിൽപ്പെട്ട പുരാതനമായിട്ടുള്ള പക്ഷികൾ ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ പരിണമിച്ചു. ഭൂഖണ്ഡ ചലനങ്ങളും കാലാവസ്ഥാ മാറ്റങ്ങളും മൂലം ചില പക്ഷിവർഗ്ഗങ്ങൾ മലനിരയിലേക്ക് ഒതുങ്ങി. പശ്ചിമഘട്ടത്തിലെ ഷോലാക്കാടുകൾ രൂപപ്പെട്ടപ്പോൾ അവിടുത്തെ പ്രത്യേകമായിട്ടുള്ള കാലാവസ്ഥയും സസ്യവൈവിധ്യവും നീലഗിരി ഫ്ലൈ ക്യാച്ചറിനെ പോലുള്ള സ്പീഷ്യസുകൾക്ക് അനുയോജ്യമായിട്ടുള്ള ആവാസ സ്ഥലങ്ങളായിട്ട് മാറി. അങ്ങനെ നീലഗിരി ഫ്ലൈ ക്യാച്ചർ പശ്ചിമഘട്ടത്തിലെ ഷോലാക്കാടുകളോട് പൂർണ്ണമായിട്ടും ചേർന്ന ഒരു പക്ഷിയായിട്ട് പരിണമിച്ചു. നീലഗിരി ഫ്ലൈ ക്യാച്ചർ ആദ്യമായിട്ട് ശാസ്ത്രീയപരമായിട്ട് രേഖപ്പെടുത്തിയത് 19-ാം നൂറ്റാണ്ടിലാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയിലെ മലനിരകളിൽ നടത്തിയ പക്ഷി പഠനങ്ങളിലാണ് ഇവ കണ്ടെത്തപ്പെട്ടത്. നീലഗിരി ഫ്ലൈ ക്യാച്ചർ നീലഗിരി മലനിരകളിൽ നിന്നാണ് ഈ പക്ഷിയുടെ ആദ്യം ശേഖരിച്ചതിനാൽ തന്നെ ഇതിന് നീലഗിരി ഫ്ലൈ ക്യാച്ചർ എന്ന പേര് ലഭിച്ചു. 19-ാം നൂറ്റാണ്ടിലെ അവസാനവും 20-ാം നൂറ്റാണ്ടിലെ തുടക്കവും നീലഗിരി ഫ്ലൈ ക്യാച്ചറിൻ്റെ പഠനത്തിന് പ്രധാനമായിട്ടുള്ള കാലഘട്ടമായിരുന്നു. ഈ സമയത്ത് പക്ഷികളുടെ രൂപഘടന, നിറവ്യത്യാസങ്ങൾ, പെരുമാറ്റശീലങ്ങൾ, ആവാസ വ്യവസ്ഥ എന്നിവയെക്കുറിച്ച് ശാസ്ത്രീയ കുറിപ്പുകൾ തയ്യാറാക്കി. പഴയ പക്ഷിശാസ്ത്ര പുസ്തകങ്ങളിലും നീലഗിരി ഫ്ലൈ ക്യാച്ചറിനെ കുറിച്ചുള്ള വിവരങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും. ഷോലാക്കാടുകളിൽ മാത്രം കാണപ്പെടുന്ന പക്ഷി, നിശബ്ദവും ഒറ്റപ്പെട്ട ജീവിതശൈലി പുറത്തുന്ന സ്പീഷ്യസ് എന്ന നിലയിലാണ് ഇവ വിവരിക്കപ്പെട്ടത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഇന്ത്യൻ ശാസ്ത്രജ്ഞരും
വന്യജീവി ഗവേഷകരും ഈ പക്ഷിയെ കൂടുതൽ വിശദമായിട്ട് പഠിക്കാൻ വേണ്ടി തുടങ്ങി. പശ്ചിമഘട്ടത്തിലെ ഒരു വൈവിധ്യ ഹോട്ട്സ്പോട്ടായിട്ട് പരിണമിച്ചതോടെ നീലഗിരി ഫ്ലൈ ക്യാച്ചറിന് പ്രത്യേകമായിട്ടുള്ള പ്രാധാന്യം ലഭിച്ചു. ഈ കാലഘട്ടത്തിൽ ഈ പക്ഷിയുടെ ജനസംഖ്യ, പ്രജനനശീലങ്ങൾ, ഷോല കാടുകളുമായിട്ടുള്ള ബന്ധം, മനുഷ്യ പ്രവർത്തനങ്ങളുടെ സ്വാധീനം എന്നിവയെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടന്നു. ചരിത്രപരമായിട്ട് നീലഗിരി ഫ്ലൈ ക്യാച്ചറിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ മാറ്റം വന്നത് മനുഷ്യ ഇടപെടലുകളോടുകൂടെയാണ്. തോട്ടകൃഷിയുടെ ആരംഭം മുതൽ ബ്രിട്ടീഷ് കാലത്ത് തേയില, കാപ്പി, യൂക്കലിപ്സ് തോട്ടങ്ങൾ വ്യാപിച്ചു. വലിയ തോതിൽ ഷോലക്കാടുകൾ വെട്ടിമാറ്റപ്പെട്ടു. അതിൻ്റെ ഫലമായിട്ട് ഈ പക്ഷിയുടെ ആവാസ വ്യവസ്ഥ ചുരുങ്ങി. ചില പ്രദേശങ്ങളിൽ ഇത് പൂർണ്ണമായിട്ടും അപ്രത്യക്ഷമായി. 20-ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ റോഡുകൾ, അണക്കെട്ടുകൾ, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, മനുഷ്യവാസ മേഖലകൾ വികസിച്ചതോടെ ഷോലക്കാടുകൾ ചെറിയ ചെറിയ ഭാഗമായിട്ട് വിഭജിക്കപ്പെട്ടു. നീലഗിരി ഫ്ലൈ ക്യാച്ചറിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ജീവിത രീതി മാറ്റം കൊണ്ടു. 20-ാം നൂറ്റാണ്ടിലെ അവസാനം മുതൽ പശ്ചിമഘട്ടത്തിലെ എൻഡമിക് പക്ഷികൾ സംരക്ഷിക്കപ്പെടേണ്ടതിൻ്റെ ആവശ്യകത ഉയർന്നു. നീലഗിരി ഫ്ലൈ ക്യാച്ചറിനെ ഒരു സംരക്ഷണ പ്രാധാന്യമായിട്ടുള്ള സ്പീഷീസ് ആയിട്ട് പരിഗണിക്കപ്പെട്ടു. ഈ കാലഘട്ടത്തിൽ ദേശീയ ഉദ്യാനങ്ങളും വന്യജീവി സങ്കേതങ്ങളും ഒക്കെ ശക്തിപ്പെടുത്തി. ഷോലക്കാടുകളുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ശാസ്ത്രീയ പഠനങ്ങളും ജനസംഖ്യ നിരീക്ഷണവും ഒക്കെ നടന്നു. ഇത് നീലഗിരി ഫ്ലൈ ക്യാച്ചറിനെ നീർ ത്രട്ടനിഡ് എന്ന സംരക്ഷണ നിലയിലേക്ക് എത്തിക്കപ്പെടുകയും പശ്ചിമഘട്ടത്തിലെ ചില സംരക്ഷണ പ്രദേശങ്ങൾ മാത്രം സ്ഥിരമായിട്ട് കാണപ്പെട്ടു. ഒരു ഫ്ലാഗ്ഷിപ്പ് സ്പീഷീസ് പോലെ ഷോലക്കാടുകളുടെ സംരക്ഷണത്തിൻ്റെ പ്രതീകമായിട്ട് ഇത് മാറിയിട്ടുണ്ട്. ഇതൊന്ന് ശാസ്ത്രീയ പഠനങ്ങളുടെ വിഷയമാണ്. പ്രകൃതി സംരക്ഷണത്തിൻ്റെ ആവശ്യകത ഓർമ്മിപ്പിക്കുന്ന ഒരു പക്ഷിയായിട്ട് മാറിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നീലഗിരി ഫ്ലൈ ക്യാച്ചറിൻ്റെ ചരിത്രം ഒരു പക്ഷിയുടെ കഥ മാത്രമല്ല, പശ്ചിമഘട്ടത്തിലെ ഷോലക്കാടുകളുടെ ചരിത്രമാണ്. പരിണാമഘട്ടത്തിൽ നിന്ന് ശാസ്ത്രീയ കണ്ടെത്തലിലേക്കും മനുഷ്യ ഇടപെടലാൽ ഉണ്ടായ മാറ്റങ്ങളിൽ നിന്ന് ഇന്നത്തെ സംരക്ഷണ ശ്രമങ്ങളിലേക്ക് നീളുന്ന ഈ യാത്ര പ്രകൃതിയുടെയും മനുഷ്യൻ്റെയും ബന്ധം വ്യക്തമാക്കുന്നുണ്ട്. നീലഗിരി ഫ്ലൈ ക്യാച്ചറിനെ സംരക്ഷിക്കുക എന്നത് ഒരു പക്ഷിയുടെ ചരിത്രം നിലനിർത്തുക എന്ന് മാത്രമല്ല, പശ്ചിമഘട്ടത്തിലെ ജൈവ വൈവിധ്യ പൈതൃകം സംരക്ഷിക്കുക എന്നതാണ്. ഇതൊക്കെയാണ് നീലഗിരി ഫ്ലൈ ക്യാച്ചർ എന്ന പക്ഷിയുടെ വിശേഷങ്ങൾ. ഇനി അടുത്ത ജീവിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.